ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ടുകളെ പറ്റിയിട്ടാണ്. SSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് സ്ക്വയർ റൂട്ടുകൾ അല്ലെങ്കിൽ സ്ക്വയറുകളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് 2 വീഡിയോകളായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ടുകളെ സംബന്ധിച്ച് ചോദിക്കാറുള്ള ഒരു ബേസിക് മുതൽ ഏവറേജ് വരെയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട്, നമ്മളിതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ബൈ ഹാർട്ട് അടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രമാണ് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, സ്ക്വയർ റൂട്ടുകൾ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. അപ്പോൾ സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവാം. അതായത് 9 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 2 പ്രാവശ്യം ഗുണിക്കുക, അപ്പോൾ കിട്ടുന്നതാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. 81ന്റെ സ്ക്വയർ റൂട്ടാണ് 9 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, 9ന്റെ സ്ക്വയർ ആണ് 81, 81ന്റെ സ്ക്വയർ റൂട്ടാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയറിന്റെ മലയാളം അർത്ഥം കൂടെ ഒന്ന് പഠിക്കാം. മലയാളം വാക്ക് എന്ന് പറയുന്നത് വർഗമാണ്. സ്ക്വയർ റൂട്ടിന്റെ മലയാളം വാക്ക് എന്ന് പറയുന്നത് വർഗമൂലമാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ചോദിക്കാൻ സാധ്യത 121 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എന്താണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ സംഖ്യ തന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ 96.04 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എന്താണ് എന്നൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണ്, അല്ലെങ്കിൽ വർഗം എന്താണ്, വർഗമൂലം എന്താണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തൊരു ടൈപ്പ് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരു വലിയൊരു സംഖ്യ തന്നിട്ട് ഇതിന്റെ വർഗമൂലം കണ്ടുപിടിക്കാനാവും ചോദിക്കുക. അപ്പൊ ഇവിടെ 2 × 5 × 3 × 2 × 3 × 5 ഇതിന്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ത് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 81ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് 81ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9 × 9 ആണ് അല്ലേ. 9 × 9ന്റെ സ്ക്വയർ റൂട്ടാണ് 81ന്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ 2 സംഖ്യകൾ ആവർത്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു സംഖ്യയെ പുറത്തെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഒരു ഉദാഹരണം കൂടി തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ തരാമെന്ന് വിചാരിച്ചു, 2 × 2 × 6 × 6 ഇങ്ങനെ ഒരു സംഖ്യ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നും 2 ഉണ്ട്, ഒരു 2നെ പുറത്തെടുക്കാം. ഇവിടെ 2 6 ഉണ്ട്, ഒരു 6നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 × 6 12 എന്നുള്ള ഉത്തരം കിട്ടും. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇത് 12 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 പുറത്തെടുക്കാം. ഇനി ഇവിടെ 2 5കൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5നെ പുറത്തെടുക്കാം. 2 3കൾ വരുന്നുണ്ട്, നമുക്ക് ഒരു 3നെ പുറത്തെടുക്കാം. അപ്പൊ 2 × 5 10, 10 × 3 30 എന്നുള്ള ഉത്തരം കിട്ടും. 30 ആണ് ഈ ഒരു വലിയൊരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഈ ഓപ്ഷനിൽ നിന്നും പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ ഏത്, ഇതായിരിക്കും ചോദ്യം. പൂർണ്ണവർഗം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം 2ന്റെ സ്ക്വയർ 4 ആണ് അല്ലെ, അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. പക്ഷെ 5 എന്ന് പറയുന്ന ഒരു സംഖ്യക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സ്ക്വയർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ 5 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല ഇവിടെ. കാരണം 2 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 3 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ഇതിനിടയിൽ വരുന്ന 5, 6, 7, 8 ഇവയ്ക്കൊന്നും ഒരു സ്ക്വയർ റൂട്ട്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ സ്ക്വയർ റൂട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ആ സംഖ്യകൾക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടാവും.
അങ്ങനെയുള്ള സംഖ്യകളെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് 2ന്റെ സ്ക്വയർ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അടുത്തതായിട്ട് 3ന്റെ സ്ക്വയർ 9, അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36. ഇതൊക്കെ എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സംഖ്യകളുടെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ 360ന്റെ സ്ക്വയർ റൂട്ട് ഒരു പെർഫെക്റ്റ് സംഖ്യയാണെങ്കിൽ നമുക്കവിടെ ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 360നെ നമുക്ക് എങ്ങനെ എഴുതാം? 36 × 10 എന്ന് എഴുതാം അല്ലേ. 360 എന്ന് പറയുന്നത് 36 × 10 ആണ്. നമുക്ക് 36ന് സ്ക്വയർ റൂട്ട് ഉണ്ടാവും അല്ലേ. 6 × 6 ആണ് 36. അപ്പൊ നമുക്കൊരു 6ന് പുറത്തെടുക്കാം. പക്ഷേ 10 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 10 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിളൊക്കെ, സ്ക്വയറുകളുടെ ടേബിളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ 10ന് സ്ക്വയർ റൂട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. 6√10 എന്ന് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നേരെ മറിച്ച് 160ഉം അങ്ങനെ തന്നെയാണ്. 160ന് നമുക്ക് 16 × 10 എന്ന് എഴുതാം. പക്ഷേ 16ന് സ്ക്വയർ റൂട്ട് ഉണ്ട്, 4 ആണ്. √10 എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവും. നേരെ മറിച്ച് ഇവിടെ നോക്കുക, 4900 നോക്കുക. നമുക്കിതിനെ 49 × 100 എന്ന് എഴുതാൻ പറ്റും. 49ന് സ്ക്വയർ റൂട്ട് ഉണ്ട്, 7 ആണ്. പക്ഷേ 100നും സ്ക്വയർ റൂട്ട് ഉണ്ട്. 100ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം വരിക 70 എന്നായിരിക്കും. 7 × 10 70 എന്നായിരിക്കും. നമുക്ക് നേരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 70ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 70 × 70. 70 × 70 എന്ന് പറയുന്നത് 4900 തന്നെ ആയിരിക്കും. ഈ രണ്ട് സംഖ്യകളുടെ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരിക. നമുക്ക് 250നെ 25 × 10 എന്ന് എഴുതാം. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. പക്ഷെ 10ന് സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആയി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 4900 ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ സംഖ്യകളൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 49 p⁻36 ഈ സംഖ്യയുടെ വർഗ്ഗമൂലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എക്സ്പോണൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ നമുക്ക് മാത്സിൽ വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ക്ലാസ് നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യും. പക്ഷെ അതിന്റെ ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇതിൽ നിന്നും നമുക്ക് 2 സംഖ്യ റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 49നെ എങ്ങനെ എഴുതാം? നമുക്ക് 49നെ 7 × 7 എന്ന് എഴുതാം അല്ലേ. കാരണം 49ന്റെ അല്ലെങ്കിൽ 7ന്റെ സ്ക്വയർ ആണ് 49. ഇനി p⁻36നെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. p⁻36ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലും p⁻6 അല്ല. കാരണം 36ന്റെ സ്ക്വയർ റൂട്ട് 6 ആണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ 36 വന്നിരിക്കുന്നത് പിയുടെ മേലെയാണ്. ഇത് കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇവിടെ p⁻36നെ നമ്മൾ എഴുതിയിരിക്കുന്നത് p⁻18 × p⁻18 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇതിന്റെ അർത്ഥം എന്താണ്? p⁻36 എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ അർത്ഥം എന്താണ്? p 36 പ്രാവശ്യം p × അങ്ങനെ 36 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് p⁻36. അപ്പൊ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 2 പാർട്ടാക്കി മാറ്റുമ്പോൾ നമുക്ക് 18 ആക്കിയിട്ടാണ് മാറ്റാൻ പറ്റുക അല്ലേ. അപ്പൊ p⁻18 എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് 18 പ്രാവശ്യം p വരുന്നുണ്ട്, വീണ്ടും 18 പ്രാവശ്യം p വരുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം 18p ആവർത്തിച്ച് വരുന്ന 2 ടേം കിട്ടും. അപ്പോൾ 2 വാല്യൂ ഒരേപോലെ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരികയാണെങ്കിൽ നമുക്കതിനെ ഒറ്റയ്ക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 7 ആദ്യം പുറത്തെടുത്തു, പിന്നെ വരുന്നത് p⁻18 ആണ്. അപ്പോൾ നമ്മൾ p⁻18നെയും പുറത്തെടുത്തു. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം 7p⁻18 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ആദ്യം ഉണ്ടാവുക 7p⁻6 എന്നായിരിക്കും. ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ മിക്കവാറും പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഈ ചോദ്യം തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 മാർക്കും പോകും. GD പരീക്ഷയ്ക്കാണെങ്കിൽ 2 മാർക്കും പോകും. അതേപോലെ നമ്മൾ സ്കോർ ചെയ്ത 1/4 മാർക്ക് കൂടെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഞാൻ അതിൻ്റെ വേറൊരു എക്സാമ്പിൾ കൂടെ തരാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 25p⁻10 ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം, വിചാരിക്കാം. അപ്പൊ ഇവിടെ ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് 25ന്റെ സ്ക്വയർ റൂട്ട് ഉണ്ട് 5 ആണ്.
P/10 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? P/10 നമുക്ക് P/5 ഇൻറ്റു P/5. അപ്പൊ രണ്ട് ടേം ഈക്വൽ ആയിട്ടുള്ള ടേം കിട്ടി. അപ്പോൾ ഒരു P/5 നമുക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5P/5 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരം SSCയുടെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കാതെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 44നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. 44നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഇതൊരു പൂർണ്ണവർഗമാകും. 44 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമല്ല. നമുക്കറിയാം 6ന്റെ സ്ക്വയർ 36 ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 7ന്റെ ആണ്. അത് 49 ആണ്. അപ്പൊ 44 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമല്ല. അതിനെ പൂർണ്ണവർഗമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. SSCയുടെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് 44 നമുക്ക് എന്ത് എഴുതാം? 4x11 എന്ന് എഴുതാം അല്ലെ? 4x11 എന്ന് എഴുതി കഴിഞ്ഞാൽ 44 ആയി മാറി. അപ്പോൾ ഇവിടെ 4ന് സ്ക്വയർ റൂട്ട് ഉണ്ട്. 4ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2 ആണ്. പക്ഷേ 11ന് നമുക്ക് ഇത് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 11ന് മാത്രമായിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല അല്ലെ? 11ന്റെ കൂടെ വേറെ ഒരു 11 കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു 11ന്, ഈ രണ്ട് 11ൽ നിന്നും ഒരു 11ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതായത് 2x11 22 ഇതായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 400. ഇത് മൊത്തമായിട്ട് ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ 484 എന്നുള്ള സംഖ്യ കിട്ടും. അത് 22ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, പെയർ ആയിട്ടുള്ള സംഖ്യകൾ ഉണ്ടോ നോക്കുക. പെയർ ആയിട്ടുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ ആ സംഖ്യകൾ മാറ്റി നിർത്തുക. ബാക്കി പെയർ ഇല്ലാതെ വരുന്ന ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു വലിയൊരു സംഖ്യ തരികയാണ്. അപ്പോൾ 2x3x3x2 ഒരു സംഖ്യ തരികയാണ്. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമുക്ക് ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഗുണിക്കേണ്ടത്? ഇതൊക്കെ സ്ഥിരമായിട്ട് SSC ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ 2 വരുന്നുണ്ട്, ഒരു 2നെ നമുക്ക് പുറത്തെടുക്കാം. 3 വരുന്നുണ്ട്, ഒരു 3നെ നമുക്ക് പുറത്തെടുക്കാം. ഒരു 4 വരുന്നുള്ളൂ. അതിനർത്ഥം ഇവിടെ ഒരു 4 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമായിരുന്നു എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുണിക്കേണ്ടിയിരുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ ആ ഒരു 4 കൊണ്ട്, അതായത് പെയർ ഇല്ലാത്ത സംഖ്യ ഏതാണോ അതിനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു സംഖ്യയും പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യാറുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രത്യേകമായിട്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സെയിം മോഡൽ ചോദ്യമാണ് ബോർഡിലുള്ളത്. 120നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് 120നെ നേരത്തെ തന്ന മോഡലിലായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. ഇപ്പോൾ 2x4x5 ആ ഒരു മോഡൽ തരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒറ്റ സംഖ്യയായിട്ടും തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റ സംഖ്യയായി വരുന്ന സമയത്ത് ഇപ്പോൾ 120 എന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് അല്ലെ? 2, 3, 5, 7 ഇതൊക്കെ പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം 2ൽ നിന്ന് തുടങ്ങാം. 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 6 ആണ്. 6നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. 30നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. ഇനി 15ൽ പോകുന്നത് 5 ആണ്, 3 പ്രാവശ്യം. ഇനി 3നെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചാൽ 1 എന്ന് കിട്ടും. അതായത് 1 കിട്ടുന്ന വരെ നമ്മൾ തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വീണ്ടും 120 ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? 2x2 × 5x3 ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. പക്ഷെ 120 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 11ന്റെ സ്ക്വയർ 121 ആണ്, 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പോൾ 100നും 121നും ഇടയിൽ വേറൊരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് പക്ഷേ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. 2 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ബാക്കി ഒരു 2ഉം ഒരു 5ഉം ഒരു 3ഉം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേമിനെ മൊത്തം ഒരു 2 കൊണ്ട് ഗുണിക്കണം, ഒരു 5 കൊണ്ട് ഗുണിക്കണം, ഒരു 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ ഒരു വാല്യൂ കൊണ്ട്, അതായത് 2x5 എന്ന് പറയുന്നത് 10 ആണ്, 10x3 30 ആണ്. 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരു 120 എന്ന് പറയുന്ന സംഖ്യയെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡലും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 വരെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിലേതിനാണോ പെയർ ഇല്ലാത്തത് ആ സംഖ്യകൾ കൊണ്ട്
മൊത്തത്തിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഖ്യയെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. SSCയുടെ ഒരു ഫേവറേറ്റ് ചോദ്യമാണ് ബോർഡിലുള്ളത്, സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിയ ടൈമൊന്നും എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാൽക്കുലേഷൻ തുടങ്ങേണ്ടത് ഈ ഭാഗത്തു നിന്നാണ്, വലത് ഭാഗത്തു നിന്നാണ് കാൽക്കുലേഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു വലിയൊരു സംഖ്യ ഇതിലെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 9ന്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ 9ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എന്താണെന്ന് അറിയാം, എന്താണ് 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ടേം 22 ഇവിടെ തന്നെ ഉണ്ട്, 44 ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ സ്ക്വയർ റൂട്ട് 9 എന്ന് പറയുന്നത് 3 മാറി. 22 3 എന്തായി മാറി, 25 മാറും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 44 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 25. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. ഈ ഒരു ടേം 5 ആണ്. 44ഉം 5ഉം സ്ക്വയർ റൂട്ട് പോയി. അപ്പോൾ 44ഉം 5ഉം എന്ന് പറയുന്നത് 49 ആണ്. 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുക. അങ്ങനെയുള്ള സംഖ്യകൾ മാത്രമാണ് SSCക്ക് തരാറുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. SSCയുടെ വേറൊരു സ്ക്വയർ റൂട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ചോദ്യമാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പോൾ 7, 6, 5 എന്തെങ്കിലും ഒരു സംഖ്യ, അതിനെ സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7 എക്സെട്ര ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താണ്, അനന്തമായി നീളുന്ന, അതായത് ഒരു അറ്റമില്ലാതെ ഇങ്ങനെ ഒരു വാല്യൂ തരികയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം 7 ആയിരിക്കും. അതായത് അതേ സംഖ്യ തന്നെ ആയിരിക്കും. ഏത് സംഖ്യയാണോ ആ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരുന്നത് അതേ സംഖ്യ ആയിരിക്കും. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 5, സ്ക്വയർ റൂട്ട് ഓഫ് 5, സ്ക്വയർ റൂട്ട് ഓഫ് 5 എക്സെട്ര ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് അല്ല ഇൻറ്റു ആണ്. പ്ലസ് വരുന്നതിനനുസരിച്ചിട്ട് സംഖ്യകൾ മാറും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ക്വയർ റൂട്ട് ഓഫ് ഒരു സംഖ്യ ഇൻറ്റു അതേ സംഖ്യ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതേ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് അധികം സമയം പോയില്ല. സ്ഥിരമായിട്ട് SSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അടുത്ത 2 മോഡൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻറ്റു ആണെങ്കിൽ ഇവിടെ വരുന്നത് പ്ലസ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 30 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 30 പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. ഇവിടെയാണെങ്കിൽ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ SSC സാധാരണ ചോദിക്കാറുള്ള 2 നമ്പേഴ്സാണ് 30ഉം 12ഉം. അപ്പോൾ ഇവിടെ ചെയ്യുന്നതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ മിക്കവാറും ഈ നമ്പേഴ്സ് തന്നെ ആയിരിക്കും SSC തരാനും സാധ്യത. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഈ 30നെ നമ്മളൊരു 2 സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് 30നെ 5 ഇൻറ്റു 6 എന്ന് ആക്കി എഴുതാൻ പറ്റും. അതായത് ഡിഫറൻസ് 1 വരുന്ന തരത്തിലുള്ള സംഖ്യകളാണ് മിക്കവാറും SSC തരിക ഈ ഒരു മോഡലിൽ. അപ്പോൾ 5 ഇൻറ്റു 6 എന്താണ്, 30 ആണ്. അപ്പോൾ 5ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾ ആണ് 30 എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ട്രിക്കാണ്, ആ ഒരു തരത്തിൽ തന്നെ ഓർത്തു വയ്ക്കുക. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഖ്യ 2 സംഖ്യകളുണ്ട്. അതിലെ ഏറ്റവും വലുതായിരിക്കും നമ്മുടെ ഉത്തരം എപ്പോൾ, പ്ലസ് വരുന്ന സമയത്ത്. ഈ ഒരു മോഡൽ ചോദ്യത്തിൽ പ്ലസ് വരുന്ന സമയത്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 6 ആയിരിക്കും, വലിയ സംഖ്യ ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 12നെ 1 ഡിഫറൻസ് വരുന്ന തരത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 3 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 3 ഇൻറ്റു 4 12 ആണ്. ഇവിടെ മൈനസ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് 3 ആയിരിക്കും. ഇത്ര ആലോചിച്ചാൽ മതി. പ്ലസ് ആണെങ്കിൽ വലുത് അല്ലെ. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അധികമാകുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ സംഖ്യ സെലക്ട് ചെയ്യണം. ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മുടെ ഉത്തരം 5 ആകുമായിരുന്നു. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മുടെ ഉത്തരം 4 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ ആ ചോദ്യവും ഈ 2 ചോദ്യങ്ങളും സ്ഥിരമായിട്ട് SSC ചോദിക്കാറുള്ളതാണ്. ഇതിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മുടെ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 മോഡൽ ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ മെത്തേഡ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ റെസ്യൂം ചെയ്യുക. ചോദ്യം ബോർഡിലുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 6.25 അല്ലെങ്കിൽ 6.25ന്റെ വർഗ്ഗമൂലം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, നമ്മൾ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചു, 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചു. പക്ഷേ ഈ പോയിന്റ് വെച്ചിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, SSC മിക്കവാറും ഈ മോഡലിൽ തന്നെയാണ് തരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യയെ നമുക്ക് അറിയാവുന്ന ഒരു സംഖ്യയായിട്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സ്ക്വയർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 6.25നെ നമുക്ക് എന്ത് എഴുതാം, 625/100 എന്ന് എഴുതാൻ പറ്റും അല്ലേ.
ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യയാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ അതിനെ എന്ത് ചെയ്തു, 100 കൊണ്ട് 2 പൂജ്യങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇത് ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് നേരത്തെ സംഖ്യ തന്നെ കിട്ടും, 6.25 തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 625ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 25 നമ്മൾ നേരത്തെ ടേബിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 100ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 10 അല്ലെ, 10 × 10 100, 25 × 25 625. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഖ്യയെ 25നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25/10 അല്ലെ, ഒരു പൂജ്യമാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ചെറുതാവും, സംഖ്യ ചെറുതാവും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു ഉദാഹരണം കൂടെ തരാം. സ്ക്വയർ റൂട്ട് ഓഫ് 2.25, ഈ ഒരു സംഖ്യയുടെ നമുക്ക് സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2.25നെ 225/100 എന്ന് എഴുതി. പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ, അതുകൊണ്ട് 2 പൂജ്യം കൊണ്ട് അല്ലെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 225ന്റെ സ്ക്വയർ റൂട്ട് 15, 100ന്റെ സ്ക്വയർ റൂട്ട് 10. ഇനി 15നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.5 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, സ്ക്വയർ റൂട്ട് ഓഫ് 3.24 എന്നുള്ള സംഖ്യ, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് എത്ര പേര് ശരിയാക്കേണ്ടതെന്ന് നോക്കാം. അടുത്ത ചോദ്യം, ഒരു വലിയൊരു സംഖ്യ നമ്മുടെ ബോർഡിലുണ്ട്. 7 × 5 × 3 × 2 × 7 × 2 × k. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്, നമ്മൾ ആദ്യം തുടങ്ങിയ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ നമുക്ക് 2 പെയറുകൾ വെച്ച് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 7നെ ഇവിടുന്ന് പുറത്തെടുക്കാം, അടുത്തതായിട്ട് ഒരു 2നെ പുറത്തെടുക്കാൻ പറ്റും. പക്ഷേ 3ഉം 5ഉം ഓരോന്ന് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വലിയൊരു വാല്യൂവിനെ 5 കൊണ്ടും ഇൻറ്റു ചെയ്യണം, അതേപോലെ 3 കൊണ്ടും ഇൻറ്റു ചെയ്യണം. എങ്കിൽ മാത്രമാണ് 3ഉം 3ഉം ഒരു പെയറായിട്ട് വരുള്ളൂ, 5ഉം 5ഉം ഒരു പെയറായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു വാല്യൂ എന്തായിരിക്കണം, ഈ ഒരു ഹോൾ വാല്യൂ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഈ കെ എന്ന് പറയുന്നത് 5 × 3 ആവണം, അല്ലെങ്കിൽ 15 ആവണം അല്ലേ. അപ്പോൾ 15 ആവണമെങ്കിൽ ഈ കെയുടെ വാല്യൂ എന്തായിരിക്കും, 5ഉം 3ഉം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ 5നെയും 3നെയും പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് സോൾവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ടിൻ്റെ കൺസെപ്റ്റാണ്. അടുത്ത ചോദ്യം, 111 × 112 = 111 + x² ആയാൽ എക്സിന്റെ വില എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും എക്സാം ഹാളിൽ പോയിട്ട് വളരെയധികം സമയം കളയുന്നൊരു ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ 111നെ 112 കൊണ്ട് ഗുണിച്ച് അതിൽ നിന്ന് 111 കുറച്ച് പിന്നെ x² നമുക്ക് കിട്ടും. അതിൽ നിന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പലരും ശ്രമിക്കാറ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു മെത്തേഡല്ല, അത് വളരെ സമയം കളയുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് SSCയുടെ സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഷോർട്ടായിട്ടുള്ള വഴി കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുക. ഇവിടെ ഒരു 111 ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 111 ഉണ്ട്. നമുക്ക് വേണ്ടത് x ആണ്. അപ്പോൾ നമുക്ക് ഈ 111നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. 112 × 111 എന്നാക്കുകയാണ്. ഇവിടെ പ്ലസ് 111 ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ -111 ആവും. ഇതായിരിക്കും x² എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, 112 × 111 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 2 × 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 2 × 3 6 ആണ് അല്ലേ. ഇതിൻ്റെ അർത്ഥം 2 3കളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 3 6 അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ 3 × 4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 3 × 4 12 ആണ്. അതിനർത്ഥം 3 4കളാണ്. അതായത് 3 പ്രാവശ്യം 4 എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വീണ്ടും 12 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ 112 111 ഉണ്ട്, അതിൽ നിന്നും ഒരു 111 കുറയ്ക്കണം. അപ്പോൾ 112 111 നിന്നും ഒരു 111 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും, 111 111 ആയിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക, 112 111 നിന്നും ഒരു 111 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 111 111 കിട്ടും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ മാത്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്, x² = 111 × 111 അല്ലേ. x² 111 സ്ക്വയർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 111 ആയിരിക്കും അല്ലേ. വളരെ സിമ്പിളായിട്ട് ഒരു കാൽക്കുലേഷനും ഇല്ല. അതായത് ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക്
മനസ്സിൽ ആലോചിച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 111 എന്നുള്ള ഉത്തരം നമുക്ക് വളരെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് ഈക്വൽ ടു 2 ആയാൽ എക്സിന്റെ വില എന്തെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സിന്റെ വില എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. കാരണം ഏത് സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ് 2? 4ന്റെ സ്ക്വയർ റൂട്ട് അല്ലേ 2 ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 4 ആണെങ്കിലല്ലേ നമുക്ക് ഇവിടെ എന്ത് കിട്ടുള്ളൂ? 2 എന്നുള്ള ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 ആവണം എന്നുണ്ടെങ്കിൽ 9ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ അത് 4 ആയി മാറിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 9ൽ നിന്ന് കുറയ്ക്കുന്നത് 5 ആയിരിക്കും അല്ലെ? 9ൽ നിന്ന് 5 കുറച്ചാലല്ലേ നമുക്ക് എന്ത് കിട്ടുക? 4 കിട്ടുക. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 9 മൈനസ് 5 ഈക്വൽ ടു 4 എന്ന് കിട്ടും. 4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 എന്നായി നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വേറൊരു മെത്തേഡും കൂടെ, സാധാരണയായിട്ട് മാത്സിൽ ഉപയോഗിക്കുന്ന മെത്തേഡും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഈ സ്ക്വയർ റൂട്ടിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. അപ്പൊ സ്ക്വയർ റൂട്ടിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ റൂട്ടും സ്ക്വയറും എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആവുന്ന സമയത്ത് സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയി പോയിട്ട് ഇത് 9 മൈനസ് എക്സ് ആയി മാറും. ഇവിടെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇതെന്തായി മാറും? 4 ആയി മാറും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എക്സ് ആവും. ഇവിടെ 4 ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ -4 ആവും. അപ്പൊ 9 മൈനസ് 4 എന്ന് പറയുന്നത് 5 എന്നുള്ള ഉത്തരം കിട്ടും. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. അടുത്തൊരു ചോദ്യം ബോർഡിലുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 625 ഡിവൈഡ് ബൈ 11 ഇൻറ്റു 14 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു 11 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 196. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ പേടി തോന്നുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഈ സംഖ്യകളുടെ, അതായത് 0 മുതൽ 30 വരെ അല്ലെങ്കിൽ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പും ഇല്ലാതെ ഇവിടെ തന്നെ നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ പല സംഖ്യകളും പരസ്പരം വെട്ടിപ്പോകുന്ന സംഖ്യകളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് SSC പരീക്ഷകളിൽ തരാറ്. പക്ഷേ ഇതിനെ, ഈ സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് എന്താണെന്ന് ബൈഹാർട്ട് അടിച്ചാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ 625ന്റെ സ്ക്വയർ റൂട്ട് 25 ആണ്, 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്, 196ന്റെ സ്ക്വയർ റൂട്ട് 14 ആണ് അല്ലെ? ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യം വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ? ഇവിടെ ഒരു 14 ഉണ്ട്, മേലെയും 14 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു 11 ഉണ്ട്, മേലെ 11 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് എന്താണ്? മേലെ ഒരു 25ഉം താഴെ ഒരു 5. 25/5 എന്ന് പറയുന്നത് എന്താണ്? 25നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 5 എന്നുള്ള ഉത്തരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയർ റൂട്ട് ബൈഹാർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 45 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 40 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 16. ഇതാണ് ചോദ്യം. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നോക്കിയാലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ വലതുഭാഗത്ത് നിന്നാണ് ആരംഭിക്കേണ്ടത്. 16ന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ പരമാവധി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇത് പേപ്പറിലോട്ട് പകർത്തി പിന്നെ വെട്ടിക്കളയാൻ നിൽക്കരുത്. പരമാവധി ഇവിടെ നിന്ന് തന്നെ, നമ്മൾ സ്ക്രീനിലാണ്, ഓൺലൈൻ എക്സാം ആണെങ്കിൽ സ്ക്രീനിൽ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. 4 × 25 100 ആണ്. ഇതെന്തായി മാറി? 100 ആയി മാറി അല്ലെ? ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി എഴുതാണ്. 45 സ്ക്വയർ റൂട്ട് ഓഫ് 40 സ്ക്വയർ റൂട്ട് ഓഫ് 100. 100ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പൊ ഇതെന്തായി മാറി? 10 ആയി മാറി. 40 × 10 ആയി മാറി. 40 × 10 എന്ന് പറയുന്നത് എന്താണ്? 400 ആണ്. 400ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 20 ആണ് അല്ലെ? 400ന്റെ സ്ക്വയർ റൂട്ട് 20 ആണ്. ഇവിടെ ഒരു 45 ഉണ്ട്. അപ്പൊ 20 × 45 നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 900. 2 × 45 90. ഒരു 0 കൂടി വരുമ്പോൾ 900. 900ത്തിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഈ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ നോക്കിയിട്ട് ആൻസർ 30 ആണെന്ന് നമുക്ക് മനക്കണക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ സ്പീഡ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം, 900/x = x/49 ആണെങ്കിൽ എക്സിന്റെ വില എന്തെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇൻറ്റു ഇത് 900 × 49 = x × x, x² ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് സംഖ്യകളും കൂടെ ഇൻറ്റു ചെയ്തിട്ട് പിന്നെ സ്ക്വയർ റൂട്ട് കാണാൻ നിൽക്കരുത്. നമുക്കറിയാം x² ആണിത്. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഒരു സംഖ്യയുടെ സ്ക്വയർ ഇതാണെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ
എല്ലാവരും എക്സാമിന് ടെൻഷനിലൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് ചെയ്യരുത് ഒരിക്കലും. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ 900ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. 900ന്റെ സ്ക്വയർ റൂട്ട് 30 ആണ്, 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആണ്. അപ്പോൾ 30 × 7 എത്രയെന്ന് കിട്ടും? 210 കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്തത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. 900 × 49 അതിവിടെ എടുത്തെഴുതി. എക്സ് സ്ക്വയർ ആണ് ഈ വാല്യൂ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് 4ന്റെ സ്ക്വയർ 16 ആണെങ്കിൽ 16ന്റെ സ്ക്വയർ റൂട്ട് ആണ് അല്ലെ? 16ന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത്? 4 എന്ന് പറയുന്നത് അല്ലെ? 4ന്റെ സ്ക്വയർ 16 ആണെങ്കിൽ 16ന്റെ സ്ക്വയർ റൂട്ടാണ് 4. അതേപോലെ എക്സ് സ്ക്വയർ ഈ വാല്യൂ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഗുണിച്ചില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ കണ്ടു. 900ന്റെ സ്ക്വയർ റൂട്ട് 30 എന്ന് കിട്ടി, 49ന്റെ സ്ക്വയർ റൂട്ട് 7 എന്ന് കിട്ടി. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് 210 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞു, കുറച്ചൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഈ ഒരു സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്വിസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.